വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ വരുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് നിങ്ങൾ നിർബന്ധമായും പഠിച്ചു പോകേണ്ട കുറച്ച് ടോപ്പിക്സുകളെ കുറിച്ചാണ്, ഹോട്ട് ടോപ്പിക്സുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ ടോപ്പിക്സുകളുടെ പ്രത്യേകത, ഈ ടോപ്പിക്സ് പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയിട്ട് യാതൊരുവിധ കാര്യമില്ല. നിർബന്ധമായിട്ടും ഈ ടോപ്പിക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ പ്രത്യേകത എന്താണെങ്കിൽ, ഈ ടോപ്പിക്കുകൾ പഠിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും, ഉറപ്പാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. അത് ടീച്ചർ ഗ്യാരണ്ടിയാണ്, ഉറപ്പായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനി എങ്ങനെയാ ടീച്ചർക്ക് ഇങ്ങനെ ഉറപ്പ് പറയാൻ പറ്റണേ, റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയാ ഉണ്ടാവും എന്ന് പറയാൻ പറ്റണേ? റാങ്ക് ലിസ്റ്റിൽ ഞങ്ങൾ ഉണ്ടാവും എന്ന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ടതിന്റെ കാരണം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണെങ്കിൽ, കുറേ അധികം വർഷത്തെ നമ്മുടെ പരീക്ഷയുടെ PSC പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ നോക്കി നമ്മൾ വിശകലനം ചെയ്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് സ്ഥിരമായി PSC ആവർത്തിക്കുന്ന ടോപ്പിക്കുകൾ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് തരുന്നത്. അല്ലാണ്ട് വെറുതെ നമ്മൾ ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചോളാൻ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ടല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ ടോപ്പിക്കുകളെ ഹോട്ട് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചർ ഇത് ബയോളജിയിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയുക കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന്, അങ്ങനെയൊക്കെ ഏതൊക്കെ ടോപ്പിക്കുകൾ, ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് കേരളം എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. അപ്പൊ കേരളത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് 2-3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതായത് കേരളത്തിൽ നിന്ന് പ്രക്ഷോഭം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാണ്ട്, അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഇനി കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ 3 ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കണം. അപ്പൊ കേരളത്തിലെ പ്രക്ഷോഭങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, നിങ്ങൾ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ കുറിച്ച്, ക്ഷേത്ര പ്രവേശന വിളംബരം എന്നാണ്? ക്ഷേത്ര പ്രവേശന വിളംബരം അത് മലബാറിൽ എന്നാണ്, കൊച്ചിയിൽ എന്നാണ്, തിരുവിതാംകൂറിൽ എന്നാണ് അല്ലെ? ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? അതുപോലെ വൈക്കം സത്യാഗ്രഹം എന്നാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പൊ ഈ 3 കാര്യങ്ങൾ പഠിക്കണം. അടുത്തത് കുറിച്യർ ലഹള, വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിക്ക പരീക്ഷയ്ക്കും കാണാറുണ്ട്. അതുപോലെ തന്നെ ചാന്നാർ ലഹള കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയായും പ്രക്ഷോഭങ്ങളുടെ ഭാഗത്തുനിന്ന് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇനി നമ്മൾ നവോത്ഥാന നായകന്മാരുടെ ഭാഗത്തുനിന്ന് ശ്രീനാരായണ ഗുരുവിനെ പഠിക്കണം, ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ പഠിക്കണം. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ പഠിക്കണം, ചട്ടമ്പി സ്വാമികളുടെ കൃതി പഠിക്കണം. ഇവരുടെ രണ്ടുപേരുടെയും കൃതികൾ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ ഈ 2 നവോത്ഥാന നായകരും അവരുടെ കൃതിയും പഠിക്കാം. അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് അയ്യങ്കാളി അല്ലെ, പുലയ രാജാവ്, ഇദ്ദേഹം നടത്തിയ സമരങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ അടുത്ത ആളുടെ പേര് വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും നമ്മളോട് ചോദിച്ചു കാണാറുണ്ട്. അതുപോലെ തന്നെ കുമാരഗുരുദേവൻ. ആരാണ്? കുമാരഗുരുദേവൻ. ഇനി അടുത്തത് മന്നത്ത് പത്മനാഭൻ. ഇത്രയും നവോത്ഥാന നായകന്മാരെ ഒന്ന് പഠിച്ചു വെച്ചോളോ നിങ്ങള്. അതായത് ഇത് ഹോട്ട് ടോപ്പിക്സ് ആണ്. ഇത് പഠിക്കാൻ പറയുമ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല ടീച്ചർ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിൽ നിന്ന് എങ്ങനെയായാലും ചോദ്യങ്ങൾ വരുന്നതാണ്. നിങ്ങൾ എന്താ പറയുന്നത്, ഫസ്റ്റ് റാങ്ക്, ആദ്യത്തെ നല്ല റാങ്കുകൾ നേടണം, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിച്ചുണ്ടാക്കണം വെച്ചാൽ നിങ്ങൾ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ പഠിച്ചോളൂ. പക്ഷേ കുറച്ച് നാളുകൾ മാത്രമുള്ള കുട്ടികളാണ് ഇനി മുമ്പിൽ, ഇതുവരെ പഠിക്കാത്ത കുട്ടികളാണ്. അപ്പൊ അവർക്കൊക്കെ ഈ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചു പോയാൽ തീർച്ചയായിട്ടും ജോലി കിട്ടും എന്നുള്ളത് ടീച്ചർ ഗ്യാരണ്ടിയാണ്. അപ്പൊ അടിസ്ഥാന വസ്തുതകളെ, കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. അതായത് കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, കേരളം എന്നാ നിലവിൽ വന്നേ, കേരളത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങൾ, ഔദ്യോഗിക മൃഗം, ഔദ്യോഗിക പുഷ്പം, ഔദ്യോഗിക പക്ഷി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ നദി, കായല്, തടാകങ്ങള് എന്ന് പറയുന്ന ഭാഗം പഠിക്കുക. കേരളത്തിന്റെ ഭൂപ്രകൃതി, അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറയുന്ന ഭാഗം പഠിക്കുക. കേരളത്തിന്റെ വൈദ്യുത പദ്ധതികൾ പഠിക്കുക. കേരളത്തിലെ നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാങ്ച്വറികളും പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിർബന്ധമായും നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ പറയുമ്പോൾ, ഇന്ത്യയുടെ
എന്താണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ബേസിക് ആയിട്ടുള്ള ഇന്ത്യയുടെ കാര്യങ്ങളിലെ എന്താ പറയാ നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അവസാനം വന്ന സംസ്ഥാനം അങ്ങനെ ബേസിക് ആയിട്ട് നമ്മൾ ഇത് ടീച്ചർ കൃത്യമായിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതായത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോ. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഇന്ത്യയുടെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ ഗാനം, ദേശീയ ഗീതം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നില്ലേ, അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇന്ത്യയുടെ ഭൂപ്രകൃതി, ഈ ഉത്തരപർവ്വത മേഖല, അങ്ങനെയുള്ള ഉത്തര മഹാസമതലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. ഉപദ്വീപീയ പീഠഭൂമി, അത് സ്ഥിരമായിട്ട് ഹിമാചൽ ശിവാലിക്, അത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ ആ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ ഭാഗങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഇന്ത്യയുടെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഹിസ്റ്ററി പഠിക്കണേല് 1857 റിവോൾട്ട് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ലാഹോർ INC കുറിച്ച് നന്നായിട്ട് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ എന്താ പറയാ, നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കാം. അടുത്തത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വളരെ പ്രധാനമാണ്, മിക്കപ്പോഴും പരീക്ഷയ്ക്ക് കാണാറുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ പിന്നെ അവസാനത്തത് എന്താണ്, നമ്മുടെ എന്താ പറയുക, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അല്ലെ, അതൊന്ന് പഠിക്കണം. ആക്ട് പഠിക്കണം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. പിന്നെ നമുക്കറിയാം എന്താ പറയാ, മൗണ്ട് ബാറ്റന്റെ പ്ലാൻ, മൗണ്ട് ബാറ്റൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ, ജൂൺ 3 പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് പറഞ്ഞിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഭാഗം കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ഇവിടെ, അതായത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, ഇന്ത്യയിലെ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ച് തീർക്കണം എന്ന് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ മക്കളെ. അപ്പൊ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ അതില് ജീവശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് കൂടുതലും നമുക്ക് പഠിക്കാനുള്ളത്. ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒന്ന് രോഗങ്ങൾ എന്താണ്, രോഗം ഉണ്ടാക്കുന്ന രോഗകാരികൾ ആരൊക്കെയാണ് എന്നുള്ളത് പഠിക്കുക. അതുപോലെ തന്നെ വൃക്ക എന്ന് പറയുന്ന ഭാഗം പഠിച്ചു വെക്കുക. ഇനി രക്തം പഠിക്കുക. രക്തം പഠിക്കുമ്പോൾ നമ്മൾ WBC അല്ലെ, വൈറ്റ് ബ്ലഡ് സെല്ല്, അതുപോലെ തന്നെ RBC, അങ്ങനത്തെ പ്ലേറ്റ്ലെറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് പഠിക്കേണ്ടത് മസ്തിഷ്കത്തെ കുറിച്ച് പഠിക്കുക കേട്ടോ. മസ്തിഷ്കം എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചൊന്ന് പഠിച്ചു വെച്ചോളൂ. അതുപോലെ തന്നെ പിന്നെ പഠിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവകങ്ങള്, ഏതാണ് ജീവകങ്ങള്, വൈറ്റമിൻസ്, ജീവകങ്ങൾ, അവയുടെ അപര്യാപ്തത രോഗങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ കണ്ണ്, ചെവി തുടങ്ങിയ കാര്യങ്ങൾ, കണ്ണ്, ചെവി, ത്വക്ക്, ഇത് നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെന്താണ് ജീവിതശൈലി രോഗങ്ങൾ, ഈ ടോപ്പിക്കുകളൊക്കെ നോക്കി പോവുക. ഇനി ജീവിതശൈലി രോഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യക്ഷേമ പദ്ധതികളില്ലേ, ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് നമ്മള് ക്ലാസ് തന്നെ ഇട്ടുണ്ട്, ആരോഗ്യക്ഷേമ പദ്ധതികൾ ഏതൊക്കെയാന്ന് പറഞ്ഞിട്ട്. ഇത്രയും പഠിച്ചു കഴിയണം. പിന്നെ ഇത് കൂടാണ്ട് ഈ ഭാഗത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ജീവശാസ്ത്രത്തിന്റെ ഭാഗത്ത് തന്നെയാണ് അവര് എന്താ പറയുന്നത്, സിലബസിൽ പറഞ്ഞേക്കണത്. കേരളത്തിലെ അത്യുൽപാദന ശേഷിയുള്ള വിളകൾ എന്ന് പറയുന്ന ഭാഗം, സങ്കരയിനം വിളകള്, അതുപോലെ തന്നെ കാർഷികമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം പഠിക്കണം. ഇനി ഇന്ത്യയിലെ ആയാലും അതുപോലെ തന്നെ കേരളത്തിലെ ആയാലും നമ്മൾ വിളകളെ കുറിച്ചും അതുപോലെ തന്നെ സീസണുകളെ കുറിച്ചും, ഇപ്പൊ നമുക്കറിയാം സയ്യിദ്, റാബി, അതുപോലെ ഖാരിഫ് തുടങ്ങിയിട്ടുള്ള വിളകളെ കുറിച്ച്, അതുപോലെ തന്നെ എന്താ പറയുന്നത് ശൈത്യകാലം, വേനൽക്കാലം, വർഷക്കാലം എന്ന് പറഞ്ഞിട്ടുള്ള കാലങ്ങളെ കുറിച്ച്, അങ്ങനെ ഇന്ത്യയിലെയും കേരളത്തിലെയും കാലാവസ്ഥയും അതുപോലെ തന്നെ വിളകളും കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളും അത് ജീവശാസ്ത്രപരമായി ബന്ധപ്പെട്ട ഭാഗത്താണ് സിലബസിൽ PSC പറയുന്നത്. അതുകൊണ്ട് ടീച്ചർ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ എന്താ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെ കുറിച്ച്, വിളകളെ കുറിച്ച് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്, അത് ഇന്ത്യയിലും കേരളത്തിലും കാലാവസ്ഥയും വിളകളും കുറിച്ച് പഠിച്ചോളൂ കേട്ടോ. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ ജീവശാസ്ത്രം എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രി ഉണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ഒരുമിച്ചാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ഭാഗങ്ങളിൽ നിന്ന് എന്തൊക്കെ എന്താണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ശബ്ദത്തെ കുറിച്ച് പഠിക്കുക, ശബ്ദം കേട്ടോ. ശബ്ദം അതുപോലെ തന്നെ ആ ശ്രവണ പരിധി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ശ്രവണ പരിധി പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി ചലനത്തെ കുറിച്ച് പഠിക്കുക. ദോലന ചലനത്തിന് ഉദാഹരണം ഏത്, വർത്തുള ചലനത്തിന് ഉദാഹരണം ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ചലനങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ
ഊർജ പരിവർത്തനങ്ങൾ ചോദിക്കണം കേട്ടോ. ഊർജ പരിവർത്തനങ്ങൾ പഠിക്കണം. അതായത് ഇപ്പൊ എന്താ പറയുന്നത്, ഡൈനാമോയിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്, ലൗഡ് സ്പീക്കറിൽ എന്താ നടക്കണേ, അങ്ങനെയൊക്കെ ചോദിച്ചു കണ്ടിട്ടില്ലേ, അത് പഠിക്കുക. പിന്നെ ആറ്റം പഠിക്കുക, ആറ്റത്തിന്റെ ഘടന കണ്ടെത്തിയത് ആരാണെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇനി ഇതിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഐസോടോപ്പ്, ഹൈഡ്രജന്റെ അങ്ങനെയൊക്കെ ഐസോടോപ്പുകളെ കുറിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്. അയിരുകൾ എന്ന് പറയുന്ന ഭാഗം പ്രധാനമാണ്, ധാതുക്കൾ, അയിരുകള്. അതുപോലെ തന്നെ ആസിഡ്, ഇപ്പൊ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്, പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്, ഉറുമ്പ് അല്ലെ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. പിന്നെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങള്, പിന്നെ പ്രകാശത്തിന്റെ പ്രതിഭാസത്തെ കുറിച്ച്, പ്രകാശ പ്രതിഭാസം, അതായത് പ്രകീർണനം, അപവർത്തനം, അങ്ങനെയുള്ള കാര്യങ്ങളിലെ മക്കളെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. അപ്പൊ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇത്രയെങ്കിലും നിങ്ങളൊന്ന് എന്താ പറയുക, സയൻസിന്റെ ഭാഗം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് അപ്പോ പഠിക്കാനുള്ള അടുത്ത ഭാഗം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശാലമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അത്രയ്ക്ക് അങ്ങട് നീണ്ടു നിവർന്നുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങളോട് ചോദിക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യം തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കേട്ടോ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, എന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരാണ്, ചെയർമാൻ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ പിന്നെ അടുത്തത് ഓർക്കേണ്ടത് പൗരത്വത്തെ കുറിച്ച്. പൗരത്വ ഭേദഗതി നിയമം എന്നാണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് പൗരത്വം നേടാം, ഏതൊക്കെ രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ പറയണം. ഇനി അടുത്തത് ഏതൊക്കെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യം പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ റിട്ടുകൾ പഠിക്കുക. റിട്ട്, എത്ര തരം റിട്ട് ഉണ്ട്, അത് ഏതൊക്കെയാണ്, ഏത് ഭാഷയിൽ നിന്നാണ്, എന്താണ് ലോക്സഭ, എന്താണ് രാജ്യസഭ, ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കി വെക്കണം. ഇനി ഇവയിലൊന്നും പെടാത്ത രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ പുരസ്കാരം എന്ന് തന്നെ വേണമെങ്കിൽ, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നേക്കാൾ നല്ലത് പുരസ്കാരം എന്ന് പറയുന്ന മേഖലയായിരിക്കും. പുരസ്കാരം, കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുരസ്കാരങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ ഇതിലൊന്നും പെടാത്ത വേറിട്ട ചില വസ്തുതകളും നമുക്ക് പഠിക്കണം. അപ്പോ അതും കൂടി നമുക്ക് പറയാം. പുരസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങൾ എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അതായത് എന്താ പറയുന്നത്, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ പുരസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നില്ലേ, അത്തരം പുരസ്കാരങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും, കേരളവും ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇന്ത്യ ആയിക്കോട്ടെ, അതിലെ നമ്മൾ എന്ത് പഠിക്കണേ, മന്ത്രിസഭയെ കുറിച്ച് പഠിക്കുക. അത് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇനി കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നൊന്ന് പഠിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഫിലിം അവാർഡുകളെ കുറിച്ച് പഠിക്കുക കേട്ടോ. ഫിലിം അവാർഡുകളെ കുറിച്ചൊന്ന് പഠിച്ചു വെക്കാം. ഇനി ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് ഉണ്ടല്ലോ, ആ പാരീസ് ഒളിമ്പിക്സ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ പത്മ അവാർഡുകൾ ഇപ്പോ ആർക്കൊക്കെയാണ് ലഭിച്ചത്, പത്മ അവാർഡ് പോലെ തന്നെ എന്താണ് കേരളത്തിലും അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ അവാർഡും അത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഇനി ഇതിലൊന്നും പെടാത്തതാണ് നമ്മളിപ്പോ ജലത് എന്താ പറയാ, ഇക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. അങ്ങനെ ഒരു എന്താ പറയാ, ഇതിലൊന്നും പെടാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടീച്ചർ പറയാം. ഒന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്, ഇരുമ്പുരുക്ക് ശാലകൾ അല്ലെ, ഛത്തീസ്ഗഡ്, ഭിലായി, അങ്ങനെ ഓരോരോ ഛത്തീസ്ഗഡിലെ ഭിലായിലുള്ളത്, ജർമ്മനിയുടെ സഹായത്തോടു കൂടി എന്താ പറയുന്നത് ഒറീസയിലുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് കുറെ ചോദിക്കാറുണ്ട്. അത് പഠിക്കുക. ഇരുമ്പുരുക്ക് വ്യവസായശാലകളൊക്കെ, പഞ്ചവത്സര പദ്ധതികളെല്ലാം പഠിക്കുക. ഈ പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയെങ്കിലും പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ നിർത്തലാക്കി പുതിയത് വന്ന നീതി ആയോഗിനെ കുറിച്ച് പഠിക്കുക. ക്ലിയർ ആയില്ലേ നിങ്ങള്? ഇനി അടുത്തത് മനുഷ്യാവകാശം, അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക. ക്ലിയർ ആയോ? അടുത്തത് പിന്നെ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, രാധാകൃഷ്ണ കമ്മീഷൻ, അങ്ങനെയുള്ളത്. ഇനി സംസ്ഥാന
പുനഃസംഘടന എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ സംസ്ഥാന പുനഃസംഘടനയിലുള്ള ആൾക്കാരും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും PSC ചോദിക്കാറുണ്ട്, അത് പഠിക്കുക. അടുത്തത് യുഎൻഒ എന്ന നിലവിൽ വന്നേ, അതിന്റെ ആസ്ഥാനം എന്താണ്, ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ സെക്രട്ടറി ജനറൽ ഒക്കെ ആരാണ്, ഇപ്പോഴത്തെ ആരാണ്, അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പായിട്ടും തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താം എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ മേഖലകൾ സ്ഥിരമായി PSC ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയാനുള്ള കാരണം തന്നെ അതാണ്. പല കുട്ടികളും ഹോട്ട് ടോപ്പിക്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടോപ്പിക്കുകൾ പഠിച്ചു പോണം മക്കളെ. ഇത് അത്രയും അത്യാവശ്യമുള്ള ഭാഗമാണ്. കാരണം ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗങ്ങളാണ് ടീച്ചർ എടുത്തത്. അപ്പൊ ആദ്യം നമ്മൾ കേരളത്തിന്റെ പറഞ്ഞു, കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ, നവോത്ഥാന നായകന്മാര്, കേരളത്തിന്റെ അടിസ്ഥാന വിവരം. അടുത്തത് ഇന്ത്യയിലെ പറഞ്ഞു, ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യയുടെ അതുപോലെ തന്നെ ചരിത്രവുമാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞത്, അടുത്തത് രണ്ടാമത്തേല് സയൻസ്, അതിൽ ജീവശാസ്ത്രവും, ജീവശാസ്ത്രത്തിൽ തന്നെ നമ്മൾ കാർഷികപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഫിസിക്സും കെമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അടുത്ത ടോപ്പിക് ഏതാ പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടന പറഞ്ഞു, ഭരണഘടനയിലെ ഭാഗങ്ങൾ. ഇനി പുരസ്കാരവുമായി ബന്ധപ്പെട്ട്, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന്റെ ഒപ്പം പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ഇതൊന്നും അല്ലാതെ ഇതിലൊന്നും പെടാത്ത കുറച്ച് കാര്യങ്ങൾ, നമ്മൾ വേറിട്ട ചില വസ്തുതകൾ ഏതൊക്കെയാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കേട്ടോ.